എസ്രാ എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന 6-ാം അധ്യായം. ദാരിയൂസ് രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് ബാബിലോണിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ പരിശോധിച്ചു. മേദിയ ദേശത്തിൻ്റെ തലസ്ഥാനമായ എക്ബത്താനായിൽ കണ്ടെത്തിയ ഒരു ചുരുളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു: സൈറസ് രാജാവിൻ്റെ 1-ാം ഭരണവർഷം ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് പുറപ്പെടുവിച്ച കൽപ്പന. കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്ന ആലയം പുനഃസ്ഥാപിക്കണം. അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയും ഉണ്ടായിരിക്കണം. 3 നിര കല്ലുകൾക്ക് മുകളിൽ 1 നിര തടി എന്ന ക്രമത്തിലായിരിക്കണം പണി. അതിൻ്റെ ചെലവ് രാജഭണ്ഡാരത്തിൽ നിന്നായിരിക്കും. ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് നബുക്കദ്നേസർ ബാബിലോണിലേക്ക് കൊണ്ടുപോയ വെള്ളിപ്പാത്രങ്ങളും സ്വർണ്ണപാത്രങ്ങളും ജെറുസലേമിൽ തിരികെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ യഥാസ്ഥാനം വയ്ക്കണം. അതിനാൽ നദിക്കക്കരെയുള്ള പ്രദേശത്തിൻ്റെ അധിപനായ തത്തേനായിയും ഷെത്താർ ബൊസനായിയും അനുയായികളും തടസ്സം നിൽക്കരുത്. ദേവാലയത്തിൻ്റെ പണി നടക്കട്ടെ. യഹൂദന്മാരുടെ ദേശാധിപതിയും ശ്രേഷ്ഠന്മാരും കൂടെ ദേവാലയം യഥാസ്ഥാനം പണിയട്ടെ. ദേവാലയ പുനർനിർമ്മാണത്തിന് യൂദാശ്രേഷ്ഠന്മാർക്ക് നിങ്ങൾ എന്തു ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ കൽപ്പന നൽകുന്നു. നദിക്കക്കരെയുള്ള പ്രദേശത്ത് നിന്ന് പിരിച്ച കപ്പം രാജഭണ്ഡാരത്തിൽ നിന്ന് ചെലവ് പൂർണ്ണമായി വഹിക്കുന്നതിന് അവരെ താമസമെന്നിയെ ഏൽപ്പിക്കണം. അവർക്ക് ആവശ്യമുള്ളതെല്ലാം സ്വർഗസ്ഥനായ ദൈവത്തിന് ദഹനബലി അർപ്പിക്കാൻ കാളക്കിടാവ്, മുട്ടാട്, ചെമ്മരിയാട് എന്നിവയും ജെറുസലേമിലെ പുരോഹിതന്മാർക്ക് ആവശ്യകമായ ഗോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും അനുദിനം മുടക്കം കൂടാതെ കൊടുക്കണം. അങ്ങനെ അവർ സ്വർഗസ്ഥനായ ദൈവത്തിന് പ്രസാദകരമായ ബലികൾ അർപ്പിക്കുകയും രാജാവിനും പുത്രന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ഈ കൽപ്പന ലംഘിക്കുന്നവൻ്റെ വീടിൻ്റെ തുലാം വലിച്ചെടുത്ത് അവനെ അതിൽ കോർക്കണം. അവൻ്റെ ഭവനം കുപ്പക്കൂന ആക്കുകയും വേണം എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഈ കൽപ്പന ലംഘിക്കുകയോ ജെറുസലേമിലെ ദേവാലയം നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന രാജാക്കന്മാരെയും ജനങ്ങളെയും തൻ്റെ നാമം അവിടെ സ്ഥാപിച്ച ദൈവം നശിപ്പിക്കട്ടെ. ഞാൻ ദാരിയൂസ് പുറപ്പെടുവിക്കുന്ന കൽപ്പന ഇത് ശ്രദ്ധാപൂർവം നിറവേറ്റണം. ദേവാലയ പ്രതിഷ്ഠ. ദാരിയൂസ് രാജാവിൻ്റെ കൽപ്പന നദിക്കക്കരെയുള്ള ദേശത്തിൻ്റെ അധിപതികളായ തത്തേനായിയും ഷെത്താർ ബൊസനായിയും അനുചരന്മാരും സുഹൃത്തുക്കളും ശുഷ്കാന്തിയോടെ അനുവർത്തിച്ചു. പ്രവാചകന്മാരായ ഹഗ്ഗായി, ഇദോയുടെ മകൻ സഖറിയ എന്നിവർ ആഹ്വാനം ചെയ്തതനുസരിച്ച് യൂദാശ്രേഷ്ഠന്മാർ പണി ത്വരിതപ്പെടുത്തി. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനയും പേർഷ്യ രാജാക്കന്മാരായ സൈറസ്, ദാരിയൂസ്, അർത്താക്സർക്സസ് എന്നിവരുടെ ആജ്ഞകളും അനുസരിച്ച് അവർ പണി പൂർത്തിയാക്കി. ദാരിയൂസ് രാജാവിൻ്റെ 6-ാം ഭരണവർഷം ആദാർ മാസം 3-ാം ദിവസം ആലയം പൂർത്തിയായി. പുരോഹിതന്മാരും ലേവ്യരും മടങ്ങിയെത്തിയ മറ്റു പ്രവാസികളും ഉൾപ്പെട്ട ഇസ്രായേൽ ജനം അത്യാഹ്ലാദപൂർവ്വം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം ആഘോഷിച്ചു. ദേവാലയ പ്രതിഷ്ഠയ്ക്ക് അവർ 100 കാളകളെയും 200 മുട്ടാടുകളെയും 400 ചെമ്മരിയാടുകളെയും ബലിയർപ്പിച്ചു. ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് 12 മുട്ടാടുകളെ പാപപരിഹാര ബലിയായും അർപ്പിച്ചു. മോശയുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ജെറുസലേമിൽ ദൈവശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാരെ ഗണമനുസരിച്ചും ലേവ്യരെ തവണയനുസരിച്ചും നിയമിച്ചു. പെസഹ ആചരണം. തിരിച്ചെത്തിയ പ്രവാസികൾ 1-ാം മാസം 14-ാം ദിവസം പെസഹ ആചരിച്ചു. പുരോഹിതന്മാരും ലേവ്യരും ഒരുമിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ശുദ്ധരായി തീർന്ന അവർ തങ്ങൾക്കും സഹപുരോഹിതന്മാർക്കും പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ എല്ലാവർക്കും വേണ്ടി പെസഹ കുഞ്ഞാടിനെ കൊന്നു. പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഇസ്രായേല്യരും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ തദ്ദേശവാസികളുടെ മ്ലേച്ഛതകളിൽ നിന്നൊഴിഞ്ഞ് അവരോട് ചേർന്നവരും അത് ഭക്ഷിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അവർ 7 ദിവസം സന്തോഷപൂർവ്വം ആചരിച്ചു. കർത്താവ് അവരെ ആഹ്ലാദഭരിതരാക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ആലയം നിർമ്മിക്കുന്നതിൽ സഹായിക്കാൻ അസീറിയ രാജാവിൻ്റെ ഹൃദയം അനുകൂലമാക്കുകയും ചെയ്തു. 7-ാം അധ്യായം. എസ്രാ ജെറുസലേമിൽ. പേർഷ്യ രാജാവായ അർത്താക്സർക്സസിൻ്റെ ഭരണകാലത്ത് സെറായായുടെ മകനായ എസ്രാ ബാബിലോണിൽ നിന്ന് പുറപ്പെട്ടു. ഹിൽക്കിയായുടെ മകൻ അസറിയായുടെ മകനായിരുന്നു സെറായ. ഹിൽക്കിയ ശല്ലൂമിൻ്റെയും അവൻ സാദോക്കിൻ്റെയും സാദോക്ക് അഹിത്തൂബിൻ്റെയും മകനായിരുന്നു.
അഹിത്തൂബ് അമരിയായുടെയും അവൻ അസറിയായുടെയും അസറിയ മെറായോത്തിൻ്റെയും മകനായിരുന്നു. മെറായോത്ത് സെറഹിയായുടെയും അവൻ ഉസയുടെയും ഉസി ബുക്കിയുടെയും മകനായിരുന്നു. ബുക്കി അബിഷുവയുടെയും അവൻ ഫിനഹാസിൻ്റെയും ഫിനഹാസ് എലയാസറിൻ്റെയും അവൻ പ്രധാന പുരോഹിതനായ അഹറോൻ്റെയും മകനായിരുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നൽകിയ മോശയുടെ നിയമത്തിൽ അവഗാഹമുള്ളവനായിരുന്നു എസ്ര. ദൈവമായ കർത്താവിൻ്റെ കരം അവൻ്റെ മേൽ ഉണ്ടായിരുന്നതിനാൽ അവൻ ആവശ്യപ്പെട്ടതെല്ലാം രാജാവ് അനുവദിച്ചു. അർത്താക്സർക്സസ് രാജാവിൻ്റെ 7-ാം ഭരണവർഷം കുറെ ഇസ്രായേല്യരും ലേവ്യരും പുരോഹിതരും ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ ശുശ്രൂഷകരും എസ്രായോടൊപ്പം ജെറുസലേമിലേക്ക് വന്നു. അവൻ ജെറുസലേമിൽ എത്തിയത് രാജാവിൻ്റെ 7-ാം ഭരണവർഷം 5-ാം മാസമാണ്. ദൈവാനുഗ്രഹത്താൽ അവൻ 1-ാം മാസം 1-ാം ദിവസം ബാബിലോണിൽ നിന്ന് യാത്ര പുറപ്പെട്ട് 5-ാം മാസം 1-ാം ദിവസം ജെറുസലേമിൽ എത്തി. കർത്താവിൻ്റെ നിയമം പഠിക്കാനും അനുഷ്ഠിക്കാനും അവിടുത്തെ അനുശാസനങ്ങളും പ്രമാണങ്ങളും ഇസ്രായേലിൽ പഠിപ്പിക്കാനും അവൻ ഉത്സുകനായിരുന്നു. ഇസ്രായേലിനു വേണ്ടി കർത്താവ് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പഠിച്ച പണ്ഡിതനും പുരോഹിതനുമായ എസ്രായ്ക്ക് അർത്താക്സർക്സസ് രാജാവ് നൽകിയ കത്തിൻ്റെ പകർപ്പ്. രാജാതിരാജനായ അർത്താക്സർക്സസ് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നിയമങ്ങളിൽ പാണ്ഡിത്യമുള്ള പുരോഹിതൻ എസ്രായ്ക്ക് എഴുതുന്നത്: എൻ്റെ രാജ്യത്തുള്ള ഏത് ഇസ്രായേല്യനും പുരോഹിതനും ലേവ്യനും ജെറുസലേമിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്നോട് കൂടെ പോന്നുകൊള്ളട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച നിയമങ്ങൾ അനുസരിച്ച് യൂദായിലെയും ജെറുസലേമിലെയും വിവരങ്ങൾ ആരായാൻ രാജാവും തൻ്റെ 7 ഉപദേശകരും നിങ്ങളെ അയക്കുന്നു. ജെറുസലേമിൽ വസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തിന് രാജാവും ഉപദേശകരും സ്വാഭീഷ്ട കാഴ്ചയായി അർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും നിങ്ങൾ കൊണ്ടുപോകണം. ബാബിലോൺ ദേശത്തു നിന്ന് നിങ്ങൾക്ക് ലഭിച്ച സ്വർണവും വെള്ളിയും ജെറുസലേമിലെ ദേവാലയത്തിനു വേണ്ടി ജനവും പുരോഹിതന്മാരും അർപ്പിക്കുന്ന സ്വാഭീഷ്ട കാഴ്ചകളും നിങ്ങൾ കൊണ്ടുപോകണം. ഈ പണം കൊണ്ട് കാള, മുട്ടാട്, ചെമ്മരിയാട് എന്നിവയെ ധാന്യബലിക്കും പാനീയബലിക്കും ആവശ്യമായ വസ്തുക്കളോടുകൂടി വാങ്ങി ജെറുസലേമിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ബലിപീഠത്തിൽ അർപ്പിക്കണം. ശേഷിച്ച സ്വർണവും വെള്ളിയും കൊണ്ട് നീയും സഹോദരന്മാരും നിങ്ങളുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്തുകൊള്ളുക. നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി നൽകിയിട്ടുള്ള പാത്രങ്ങൾ ജെറുസലേമിൻ്റെ ദൈവത്തിന് സമർപ്പിക്കണം. കൂടാതെ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് രാജഭണ്ഡാരത്തിൽ നിന്ന് എടുത്തുകൊള്ളൂ. നദിക്കക്കരെയുള്ള ദേശത്തെ ഭണ്ഡാര വിചാരകരോട് ഞാൻ അർത്താക്സർക്സസ് രാജാവ് കൽപ്പിക്കുന്നു: പുരോഹിതനും സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നിയമത്തിൽ പണ്ഡിതനും ആയ എസ്ര നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്തും വെള്ളി 100 താലന്ത് വരെയും ഗോതമ്പ് 100 കോർ വരെയും വീഞ്ഞും എണ്ണയും 100 ബത്ത് വരെയും ഉപ്പ് ആവശ്യം പോലെയും ശുഷ്കാന്തിയോടെ കൊടുക്കണം. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ക്രോധം രാജാവിൻ്റെയും പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ പതിക്കാതിരിക്കാൻ അവിടുന്ന് കൽപ്പിക്കുന്നതെന്തും അവിടുത്തെ ആലയത്തിനു വേണ്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പുരോഹിതന്മാർ, ലേവ്യർ, ഗായകർ, വാതിൽ കാവൽക്കാർ, ദേവാലയ ശുശ്രൂഷകർ, ഇതര സേവകർ എന്നിവരുടെ മേൽ കപ്പം, നികുതി, ചുങ്കം ഇവ ചുമത്തുന്നത് ഞാൻ വിലക്കുന്നു. എസ്ര, നിന്റെ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനമനുസരിച്ച് നദിക്കക്കരെയുള്ള ദേശത്തെ ജനത്തിന് ന്യായപാലനം നടത്താൻ നിങ്ങളുടെ ദൈവത്തിൻ്റെ നിയമം അറിവുള്ളവരിൽ നിന്ന് ന്യായാധിപന്മാരെ നിയമിക്കുകയും നിയമപരിജ്ഞാനമില്ലാത്തവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ദൈവത്തിൻ്റെയോ രാജാവിൻ്റെയോ നിയമം ലംഘിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുക. അവരെ വധിക്കുകയോ നാടുകടത്തുകയോ തടവിലിടുകയോ അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുകയോ ആകാം. ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയം മനോഹരമായി പണിതുയർത്തുന്നതിന് രാജാവിനെ പ്രചോദിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. രാജാവിൻ്റെയും ഉപദേഷ്ടാക്കളുടെയും സേവക പ്രമുഖരുടെയും മുൻപിൽ അവിടുന്ന് തൻ്റെ അനശ്വര സ്നേഹം എൻ്റെ മേൽ ചൊരിഞ്ഞു. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നതിനാൽ പ്രമുഖന്മാരായ ഇസ്രായേല്യരെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ഞാൻ ധൈര്യപ്പെട്ടു. 8-ാം അധ്യായം. എസ്രായോടുകൂടെ വന്നവർ. അർത്താക്സർക്സസ് രാജാവിൻ്റെ ഭരണകാലത്ത് എന്നോടൊപ്പം ബാബിലോണിൽ നിന്ന് പോന്ന കുടുംബത്തലവന്മാർ വംശാവലി ക്രമത്തിൽ: ഫിനഹാസ് കുടുംബത്തിൽപ്പെട്ട ഗർശോം,
ഇത്താമർ വംശജനായ ദാനിയേൽ, ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട ഷെക്കാനിയായുടെ പുത്രൻ ഹത്തൂഷ്, പരോഷ് കുടുംബത്തിൽപ്പെട്ട സക്കറിയായും 150 പേരും. പഹാത്ത് മോവാബ് വംശജനായ സെറാഹിയായുടെ മകൻ എലിയേഹോവേനായിയും 200 പേരും. സാത്തുവിന്റെ കുടുംബത്തിൽപ്പെട്ട യഹസിയേലിന്റെ മകൻ ഷെക്കാനിയായും 300 പേരും. അദീൻ വംശജനായ ജോനാത്താന്റെ മകൻ ഏബദും 50 പേരും. ഏലാമിന്റെ കുടുംബത്തിൽപ്പെട്ട അത്താലിയായുടെ മകൻ യേശായായും 70 പേരും. ഷെഫാത്തിയ വംശജനായ മിക്കായേലിന്റെ മകൻ സെബാദിയായും 80 പേരും. യോവാബിന്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിന്റെ മകൻ ഒബാദിയായും 218 പേരും. ബാനി വംശജനായ യോസിഫിയായുടെ മകൻ ഷെലോമിത്തും 160 പേരും. ബേബായിയുടെ കുടുംബത്തിൽപ്പെട്ട ബേബായിയുടെ മകൻ സക്കറിയായും 28 പേരും. അസ്ഗാദിന്റെ കുടുംബത്തിൽപ്പെട്ട ഹക്കാത്താനിന്റെ മകൻ യോഹനാനും 110 പേരും. അദോനിക്കാമിന്റെ കുടുംബത്തിൽപ്പെട്ട എലിഫലേത്ത്, യവുബേൽ, ഷെമായ എന്നിവരും 60 പേരും. ഇവർ പിന്നീടാണ് വന്നത്. ബിഗ്വായ് വംശജനായ ഉത്തായിയും സക്കൂറും 70 പേരും. അഹാവയിലേക്ക് ഒഴുകുന്ന നദിയുടെ തീരത്തു ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി. അവിടെ ഞങ്ങൾ 3 ദിവസം താവളമടിച്ചു. പുരോഹിതന്മാരെയും ജനത്തെയും പരിശോധിച്ചപ്പോൾ ലേവിയുടെ പുത്രന്മാർ ആരുമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എലിയേസർ, അരിയേൽ, ഷെമായ, എൽനാത്താൻ, യാരിബ്, എൽനാത്താൻ, നാഥാൻ, സക്കറിയ, മെഷൂല്ലാം എന്നീ പ്രമുഖന്മാർക്കും യോയാറിബ്, എൽനാത്താൻ എന്നീ പ്രതിഭാശാലികൾക്കും ആളയച്ചു. ഞാൻ അവരെ കാസിഫിയായിലെ പ്രമുഖനായ ഇദ്ദോയുടെ അടുക്കലേക്ക് അയച്ചു. ഞങ്ങൾക്ക് ദേവാലയ ശുശ്രൂഷകരെ അയച്ചു തരണമെന്ന് കാസിഫിയായിലെ ദേവാലയ ശുശ്രൂഷകരായ ഇദ്ദായോടും സഹോദരന്മാരോടും അഭ്യർത്ഥിക്കാനാണ് അവരെ അയച്ചത്. ദൈവകൃപയാൽ ഇസ്രായേലിൻ്റെ പുത്രനായ ലേവിയുടെ മകൻ മഹ്ലിയുടെ കുടുംബത്തിൽപ്പെട്ട വിവേകിയായ ഷെറബിയായെയും അവൻ്റെ പുത്രന്മാരും ബന്ധുജനങ്ങളുമായി 18 പേരെയും അവർ കൊണ്ടുവന്നു. ഹസാബിയായെയും അവനോടൊപ്പം മെറാറി കുടുംബത്തിൽപ്പെട്ട യശായായെയും അവൻ്റെ പുത്രന്മാരും ബന്ധുക്കളുമായി 20 പേരെയും അവർ കൊണ്ടുവന്നു. ദാവീദും സേവകന്മാരും ലേവ്യരുടെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരുന്ന 220 ദേവാലയ ശുശ്രൂഷകർക്ക് പുറമെയാണ് ഇവർ. ഇവരുടെ പേര് പട്ടികയിൽ ഉണ്ട്. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വെച്ച് ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ക്രോധം ശക്തമായി നിബദിക്കുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. പ്രമുഖരായ 12 പുരോഹിതന്മാരെ ഞാൻ തിരഞ്ഞെടുത്തു. ഷെറബിയായും ഹഷാബിയായും അവരുടെ ബന്ധുക്കളായ 10 പേരും. രാജാവും ഉപദേശകരും പ്രഭുക്കന്മാരും അവിടെ സന്നിഹിതരായ ഇസ്രായേൽ മുഴുവനും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി കാഴ്ചയായി അർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഞാൻ അവരെ തൂക്കിയേൽപ്പിച്ചു. 650 താലന്ത് വെള്ളി, 100 താലന്ത് വരുന്ന 50 വെള്ളിപ്പാത്രങ്ങൾ, 100 താലന്ത് സ്വർണം, 1000 ദാരിക് വരുന്ന 20 സ്വർണപാത്രങ്ങൾ, സ്വർണം പോലെ അമൂല്യവും തിളങ്ങുന്നതുമായ 2 ഓട്ടുപാത്രങ്ങൾ, ഇവയാണ് ഞാൻ തൂക്കിയേൽപ്പിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന് വിശുദ്ധരാണ്. ഈ പാത്രങ്ങളും വിശുദ്ധമാണ്. ഈ സ്വർണവും വെള്ളിയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനുള്ള സ്വാഭീഷ്ട കാഴ്ചകളാണ്. കർത്താവിൻ്റെ ആലയത്തിലെത്തി അവിടുത്തെ അറകൾക്കുള്ളിൽ വെച്ച് പ്രധാന പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ജെറുസലേമിലുള്ള ഇസ്രായേൽ കുടുംബത്തലവന്മാരുടെയും മുൻപാകെ തൂക്കിയേൽപ്പിക്കുന്നതുവരെ അവ സൂക്ഷിക്കുക. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കം ബോധ്യപ്പെട്ട് ഏറ്റുവാങ്ങി. 1-ാം മാസം 12-ാം ദിവസം ഞങ്ങൾ അഹാവ നദീതീരത്തു നിന്ന് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും വഴിയിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. ഞങ്ങൾ ജെറുസലേമിലെത്തി 3 ദിവസം വിശ്രമിച്ചു.
4-ാം ദിവസം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് ഊറിയായുടെ മകനും പുരോഹിതനുമായ മെറമോത്തിനെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കിയേൽപ്പിച്ചു. ഫിനഹാസിൻ്റെ മകൻ എലയാസറും ലേവ്യരും യെശുവയുടെ മകൻ യോസബാദും ബിന്നൂയിയുടെ മകൻ നൊവാദിയായും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവയുടെ എണ്ണവും തൂക്കവും തിട്ടപ്പെടുത്തി കുറിച്ചുവെച്ചു. മടങ്ങിയെത്തിയ പ്രവാസികൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി 12 കാള, 96 മുട്ടാട്, 77 ചെമ്മരിയാട് എന്നിവയെ ദഹനബലിയായും 12 മുട്ടാടിനെ പാപപരിഹാര ബലിയായും ഇസ്രായേലിൻ്റെ ദൈവത്തിന് അർപ്പിച്ചു. ഇതെല്ലാം കർത്താവിനുള്ള ദഹനബലിയാണ്. അവർ രാജകൽപ്പന പ്രഭുക്കന്മാരെയും നദിക്കക്കരെയുള്ള ഇടപ്രഭുക്കന്മാരെയും ദേശാധിപതികളെയും ഏൽപ്പിച്ചു. അവർ ജനത്തിനും ദേവാലയത്തിനും സഹായം നൽകി.